Dear children, very good morning. Today our topic income tax slab rate as per assessment year 2021-2022. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഡിഫറെൻറ്റ് സ്ലാബ് റേറ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ഇൻകവും അവരുടെ ഏജും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര പെർസെൻറ്റേജ് ടാക്സ് അടയ്ക്കണമെന്ന് നോക്കുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഡിഫറെൻറ്റ് കേസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്തു. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ബേസിലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, ഫൈനൽ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് സ്ലാബ് റേറ്റ് എന്ന് പറയുന്നത്. ഹിയർ ദ സ്ലാബ് റേറ്റ് ബേസ്ഡ് ഓൺ ദി ഏജ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഒരു പേഴ്സൻ്റെ ഏജിനെ ബേസ് ചെയ്തിട്ടാണ്, എത്ര ഏജ് ആയി എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ലാബ് റേറ്റ് കാണുന്നത്. So it is based on total income and age of the person. Okay, here the tax law divide taxpayers into different grouping. പല കാറ്റഗറി ആയിട്ട് ടാക്സ് പേയേഴ്സിനെ, അസസീസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആസ് പെർ ദെയർ ടാക്സബിൾ ഇൻകത്തിൻ്റെ ബേസ് ആൻഡ് ചാർജ് ദി ഇൻകം ടാക്സ് അറ്റ് ദ ഡിഫറെൻറ്റ് റേറ്റ്. അപ്പോൾ ഒരു പേഴ്സണ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന ടാക്സബിൾ ഇൻകത്തിൻ്റെ ബേസിൽ നമ്മൾ ടാക്സ് പേയേഴ്സിനെ ഡിഫറെൻറ്റ് കാറ്റഗറി, ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദീസ് ഗ്രൂപ്പിംഗ് ആർ കോൾഡ് ഇൻകം ടാക്സ് സ്ലാബ്. അപ്പോൾ ഓരോ സ്ലാബായിട്ടാണ് അതിനെ കാണിക്കുന്നത്. ഓരോ സ്ലാബിനും ഓരോ റേറ്റാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ ദീസ് ഗ്രൂപ്പിംഗ് ആർ കോൾഡ് ഇൻകം ടാക്സ്. ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകം ടാക്സ് സ്ലാബ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ബേസിക് ടാക്സ് എക്സംഷൻ ലിമിറ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ എത്രത്തോളം എക്സംഷൻ കൊടുക്കണം, പല ഗ്രൂപ്പിനും പല തരത്തിലാണ് എക്സംഷൻ കൊടുക്കുന്നത്. ടാക്സ് റേറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് എന്തിൻ്റെ ബേസിലാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഏജ് ആൻഡ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ആ പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ആ പേഴ്സൻ്റെ ഏജും അതേപോലെ അയാൾക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെയും ബേസിലാണ് ഇവിടെ സ്ലാബ് റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഏജിനെ, അതേപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ, അതേപോലെ തന്നെ ടാക്സബിൾ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്, അല്ലേ? ഓരോ പേഴ്സണെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ പഠിച്ചു, റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, ഡീംഡ് റെസിഡൻറ്റ് എന്നുള്ള ടേംസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് ഏജിൻ്റെ ബേസിൽ ഈ ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓരോ ഗ്രൂപ്പായിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഏജ് എന്ന് പറയുമ്പോൾ ഏജ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് അപ് ടു ഏജ് എന്ന് പറയുന്നത് അപ് ടു 59 എന്ന് പറയുന്ന ആൾക്കാർ, അതായത് സാധാരണ നമ്മൾ ഇൻഡിവിജ്വൽസ്, സാധാരണ പേഴ്സൺസ് ആണ്, നമ്മളെപ്പോലുള്ളവരൊക്കെയാണ് അപ് ടു 59, 59 വയസ്സ് വരെയുള്ളവർ ഒരു കാറ്റഗറിയാണ്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആണ്. സീനിയർ സിറ്റിസൺ, ഈ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് 60 തുടങ്ങി 79 വരെയുള്ളവർ, ഏജ് 60 തുടങ്ങി 79 വരെയുള്ളവരെയാണ് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് കാറ്റഗറി സൂപ്പർ സീനിയർ സിറ്റിസൺ. സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 80, എബോവ് 80 ആൻഡ് എബോവ് 80. ഓക്കെ, 80 ഏജ് 80 ഉള്ളവരും അതിന് മുകളിലുള്ളവരെ നമ്മൾ എന്ത് പറയും? സൂപ്പർ സീനിയർ സിറ്റിസൺ. അപ്പോൾ ഈ പറയുന്ന ഏജിൻ്റെ ബേസിലാണ് നമ്മൾ സ്ലാബ് റേറ്റ് ഇവിടെ കാണാൻ പോകുന്നത്. ഓരോ ഇൻകത്തിന് മുകളിലും എത്ര പെർസെൻറ്റേജ് ടാക്സ് പേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ലാബ് റേറ്റ് ആസ് പെർ അസസ്മെൻറ്റ് ഇയർ 2021-22. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ് ഇയർ പ്രകാരം സ്ലാബ് റേറ്റ് എന്ന് പറയുന്ന 2 തരത്തിലുള്ള സ്ലാബ് റേറ്റ് ആണ് ഉള്ളത്. ഒരു ഇൻഡിവിജ്വലിന് ആ സ്ലാബ് റേറ്റ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൽ 2 സ്ലാബ് റേറ്റ് ആണ് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് 2 തരത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ഓൾഡ് ടാക്സ് റെജിം, അതായത് നമ്മൾ പഴയത് ഫോളോ ചെയ്യുക, കഴിഞ്ഞ കൊല്ലം നമ്മൾ ഫോളോ ചെയ്ത അതേ ഓൾഡ് ടാക്സസ് റെജീം തന്നെ ഇപ്പോഴും അത് നിലവിലുണ്ട്. ഇപ്പോഴും അത് അസസ്മെൻറ്റ് ഇയർ 2021-22 നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ വർഷം കൊണ്ടുവന്നിട്ടുള്ള പുതിയതായിട്ട് നിലവിൽ വന്നിട്ടുള്ളതിനാണ് ന്യൂ ടാക്സ് റെജീം എന്ന് പറയുന്നത്.
ഇതിനെ പറയുന്ന പേരാണ് ലോ ടാക്സ് ലോ LOW ലോ ടാക്സ് റേറ്റ് എന്നുള്ളത്. ലോ ടാക്സ് റേറ്റ്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഈ വർഷം ടാക്സ് നമ്മൾ സ്ലാബിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിലേത് വേണമെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ് ഓൾഡ് ടാക്സ് റെജീം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഏജ് വൈസ് ആണ്, നമ്മൾ നേരത്തെ പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വൽ, സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം വരെ ഉള്ളതാണ്. ഈ വർഷം നമ്മളത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെയും 3 കാറ്റഗറിയാണ്. അപ്പോൾ ഞാൻ ബോക്സ് വരയ്ക്കാം. സോ ഹിയർ ഓക്കെ, മൂന്ന് ഏജ് ഗ്രൂപ്പാണുള്ളത് അല്ലേ. ഫസ്റ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? അപ് ടു 59 അല്ലേ, ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ സീനിയർ സിറ്റിസൺ. അപ്പോൾ ഈ 3 കാറ്റഗറിക്കും എങ്ങനെയാണ് സ്ലാബ് റേറ്റ്, അതും ഓൾഡ് ടാക്സ് റെജീമിൽ എങ്ങനെയാണ് ടാക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജ് അപ് ടു 59 ആണ്. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി എത്രയാണോ അയാളുടെ ടോട്ടൽ ഇൻകം ഉള്ളത്, ആ ടോട്ടൽ ഇൻകത്തിൻ്റെ അപ് ടു 2,50,000 2.5 ലക്ഷം വരെ അയാൾക്ക് ടാക്സ് അടയ്ക്കണ്ട. സോ നിൽ. സോ അയാൾക്ക് എത്രയാണോ ഇൻകം ഉള്ളത് ആ ഇൻകത്തിൻ്റെ 2.5 ലക്ഷം അയാൾക്ക് എന്ത് ചെയ്യാം? മാറ്റിവെക്കാം. നെക്സ്റ്റ് 2,50,000 അടുത്ത 2.5 ലക്ഷത്തിൽ അയാൾക്ക് ചാർജ് ചെയ്യുന്ന ടാക്സ് 5% ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് 5 ലാഖിന് മുകളിൽ, നെക്സ്റ്റ് എത്രയാണോ നെക്സ്റ്റ് എടുക്കേണ്ടത് എത്രയാണ്? 5 ലാഖിന് മുകളിൽ അയാൾ ചാർജ് ചെയ്യേണ്ടത് 20% ടാക്സ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ദർ ഈസ് ബാലൻസ് എമൗണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടും ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിന് മുകളിൽ 30% ആണ് ചാർജ് ചെയ്യുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ടാക്സ്? ഏജ് അപ് ടു 59 ആണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകത്തിൻ്റെ ആദ്യത്തെ 2.5 ലക്ഷം അയാൾക്ക് എന്ത് ചെയ്യേണ്ട? ടാക്സ് പേ ചെയ്യേണ്ട. നെക്സ്റ്റ് വരുന്ന 2.5 ലക്ഷത്തിന് 5%, ആൻഡ് നെക്സ്റ്റ് 5 lakh 20%, ബാലൻസ് എമൗണ്ടിന് മുകളിൽ 30% ആണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി സീനിയർ സിറ്റിസന്റെ കേസിൽ, സീനിയർ സിറ്റിസൺ നമുക്കറിയാം 60 തുടങ്ങി 79 വരെയുള്ളവരെയാണ് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. ഈ കേസിൽ അപ് ടു 3 lakh വരെ, 3 ലക്ഷം വരെ അവർക്ക് മാറ്റിവെക്കാം. ഓക്കെ, 3 ലക്ഷം വരെ അവർക്ക് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ദെൻ നെക്സ്റ്റ് 2 ലാഖിന് മുകളിൽ, നെക്സ്റ്റ് 2 ലക്ഷമാണ് എടുക്കുന്നത്. ആ 2 ലക്ഷത്തിന് മുകളിൽ അയാൾക്ക് 5% ടാക്സ് ചാർജ് ചെയ്യുന്നത്. അടുത്തതോ നെക്സ്റ്റ് 5 lakh, നെക്സ്റ്റ് 5 ലക്ഷത്തിന് മുകളിൽ 20% ചാർജ് ചെയ്യുന്നത്. ആൻഡ് എനി ബാലൻസ് എമൗണ്ട്, ഏതെങ്കിലും തരത്തിലൊരു ബാലൻസ് എമൗണ്ട് ബാക്കി വരികയാണെങ്കിൽ അതിന് മുകളിൽ 30% ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദി സൂപ്പർ സീനിയർ സിറ്റിസൺ, അതായത് 80 ആൻഡ് എബോവ് 80 അല്ലേ, 80ക്ക് മുകളിൽ ഏജ് ഉള്ളവരുമാണ് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. അവിടുത്തെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് 5 ലക്ഷം വരെ എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. സോ അപ് ടു 5 lakh, 5 ലക്ഷം വരെ അവർക്ക് എന്താണ്? നില്ലാണ്. ഓക്കെ, പിന്നെ അടുത്ത സ്ലാബ് അവർക്കില്ല, അതായത് ഈ 5% സ്ലാബ് അവർക്കില്ല. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 5 lakh, നെക്സ്റ്റ് 5 lakhന് മുകളിൽ അവർക്ക് എത്രയാണ്? 20% ആണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ബാലൻസ് എമൗണ്ടിന് മുകളിൽ, ബാലൻസ് എത്രയാണോ ആ ബാലൻസ് എമൗണ്ടിന് മുകളിൽ 30% ആണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ് ടു ഏജ് 59 സീനിയർ സിറ്റിസൺ, സൂപ്പർ സീനിയർ സിറ്റിസൺ, ഈ പറയുന്ന 3 കാറ്റഗറിക്ക് 3 തരത്തിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഏജ് അപ് ടു 59 വരെയുള്ളവർക്ക് 2.5 ലക്ഷം വരെ അവർക്ക് എന്ത് ചെയ്യേണ്ട? ടാക്സ് പേ ചെയ്യേണ്ട. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അപ് ടു 3 lakh വരെ അവർക്ക് ടാക്സ് പേ ചെയ്യേണ്ട. സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അപ് ടു 5 lakh വരെ അവർക്ക് ടാക്സ് ചെയ്യേണ്ട. സൂപ്പർ സീനിയർ സിറ്റിസന്റെ കേസിൽ ഈ 5% എന്ന് പറയുന്ന ഒരു പെർസെൻറ്റേജ് അവിടെ വരുന്നില്ല.
ഓക്കെ, അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലേ. ഒരു പേഴ്സൻ്റെ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 10 അല്ലെങ്കിൽ വേണ്ട 11 ലക്ഷമാണെന്ന് വിചാരിക്കാം. 11 lakh ഇതാണ് ഒരു പേഴ്സൻ്റെ എന്ത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ 11 ലക്ഷം അപ് ടു ഏജ് 59 വരെയുള്ളവർക്ക് എങ്ങനെയായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരിക? സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവർക്ക് എത്രയായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരിക? സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എത്രയായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരിക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ കേസ് എന്താണ്? 11 ലക്ഷം ഇവിടെയുള്ളവർക്കാണ് കിട്ടുന്നതെങ്കിൽ, ഈ 59 ഏജ് വരെയുള്ളവർക്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് നോക്കാം. 11 ലക്ഷത്തിലെ 2.5 ലക്ഷം നമ്മൾക്ക് ടാക്സ് പേ ചെയ്യേണ്ട അല്ലേ. അപ് ടു 2,50,000 നിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ല. അപ്പോൾ 11 ലക്ഷത്തിൽ 2.5 ലക്ഷം നമ്മൾ മാറ്റി വെച്ചു, ടാക്സ് പേ ചെയ്യേണ്ട. നെക്സ്റ്റ് 2,50,000 അല്ലെ. നെക്സ്റ്റ് 2,50,000 മുകളിൽ എത്രയാണ്? നെക്സ്റ്റ് 2,50,000 മുകളിൽ 5% ആണ് ടാക്സ് പേ ചെയ്യേണ്ടത്. അപ്പോൾ 5% എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 12,500. അപ്പോൾ നെക്സ്റ്റ് 12,500 ആണ് വരിക. 2.5 ലക്ഷത്തിൻ്റെ എത്ര ശതമാനം കാണണം? 5% 12,500. ഇനി നോക്ക്, 11 ലക്ഷത്തിൽ 2.5 ലക്ഷം കഴിഞ്ഞു, 2.5 ലക്ഷം കഴിഞ്ഞു. അപ്പോൾ ടോട്ടൽ എത്ര ലക്ഷം കഴിഞ്ഞു? 5 lakh കംപ്ലീറ്റ് ചെയ്തു അല്ലെ. 5 ലക്ഷം നമുക്ക് കഴിഞ്ഞു. ഇനി ബാക്കി എത്രയാണത്? 6 ലക്ഷമാണ് ബാക്കിയുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് എത്ര എടുക്കാൻ പറ്റുന്നത്? 5 ലക്ഷം. ഓക്കെ, അപ്പം നെക്സ്റ്റ് 5 lakh. നെക്സ്റ്റ് 5 lakhന് മുകളിൽ 10% 20% ടാക്സ് റേറ്റ് വരുന്നത് അല്ലേ. 5 lakhന് മുകളിൽ 20% ആണ് ടാക്സ്. സോ ദാറ്റ് ഈസ് 1 lakh. 1 ലക്ഷമാണ് അവിടെ എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് 11 ലക്ഷത്തിൽ 2.5 ലക്ഷം 2.5 ലക്ഷം കഴിഞ്ഞു, ടോട്ടൽ 5 lakh കഴിഞ്ഞു. 5 5 10 ലക്ഷം കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാലൻസ് എമൗണ്ട് എത്രയുള്ളത്? 1 ലക്ഷം രൂപയാണ്. അപ്പോൾ ബാലൻസ് എമൗണ്ടിന് മുകളിൽ എത്ര പെർസെൻറ്റേജ് കൊടുക്കണം? യെസ്, ബാലൻസ് 1 lakhന് മുകളിൽ 30% ടാക്സ് കൊടുക്കണം. ഓക്കെ, സോ 30% എന്ന് പറയുമ്പോൾ 30,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര വരും? 1,42,500 rupees ആണ് ഈ പേഴ്സൺ അടയ്ക്കേണ്ട ടാക്സ്. 1,42,500 ആണ് ഇയാൾ അടയ്ക്കേണ്ട ടാക്സ്. ഓക്കെ, അപ്പോൾ 11 ലക്ഷത്തിൽ ആദ്യത്തെ 2.5 ലക്ഷത്തിന് അയാൾ ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ വീണ്ടും അതിൽ നിന്നൊരു 2.5 ലക്ഷം എടുക്കുക, അതിന് 5% ടാക്സ് 12,500. അടുത്ത 5 ലക്ഷമാണ് എടുക്കേണ്ടത്. 5 ലക്ഷം എന്ന് പറയുമ്പോൾ 20%. 20% എന്ന് പറയുമ്പോൾ 1 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ കൂട്ടി നോക്കുക എത്ര കഴിഞ്ഞു? 2.5 + 2.5 5, 5 + 5 10. അപ്പോൾ 11 ലക്ഷത്തിൽ 10 ലക്ഷം കഴിഞ്ഞു. ഇനി ബാലൻസ് എമൗണ്ട് എത്രയാണ്? 1 ലക്ഷമാണ്. അതിന് 30% ടാക്സ് പേ ചെയ്യാം. അപ്പോൾ ടോട്ടൽ അയാൾ 11 ലക്ഷം കിട്ടുന്ന ആൾ എത്ര ടാക്സ് അടയ്ക്കണം? 1,42,500 ആണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഇനി ഇവിടെ കഴിയുന്നില്ല, ഇനിയും ടാക്സ് റേറ്റ് വരുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷൻ സെസ് ഇതൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഇത് ഞാൻ ഈ സ്ലാബ് റേറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്തതാണ്. ഇനി ഇതേ എമൗണ്ട് 11 ലക്ഷം കിട്ടുന്ന ഇതേ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, ഇതൊരു സാധാ ഇൻഡിവിജ്വൽ ആണ്. 59 വയസ്സുള്ളവർ 1,42,500 വേണം. ഇനി അത് സീനിയർ സിറ്റിസൺ ആണ് ഈ 11 ലക്ഷം കിട്ടുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക? ഹിയർ 11 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം വരെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിവെക്കാം, ടാക്സ് കൊടുക്കണ്ട. സോ അപ് ടു 3 lakh അല്ലേ. 3 ലക്ഷം എന്ന് പറയുന്നത് എത്രയാ? 0 ആണ്. അടുത്തത് നെക്സ്റ്റ് നമ്മൾ എത്ര എടുക്കാൻ പറഞ്ഞത്? 2 lakh ആണ് എടുക്കേണ്ടത് അല്ലേ. നെക്സ്റ്റ് 2 lakh. നെക്സ്റ്റ് 2 lakh എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 5%. അപ്പം 5%, 2 ലക്ഷത്തിൻ്റെ 5% നമ്മൾ എടുക്കാം. ദാറ്റ് ഈസ് 10,000. നെക്സ്റ്റ് അടുത്ത സ്ലാബ് എത്രയാണ്? നെക്സ്റ്റ് പറയുന്നത് 5 lakh എടുക്കാനാണ് അല്ലേ. നെക്സ്റ്റ് 5 lakh എടുത്തു കഴിഞ്ഞാൽ 5 lakhൻ്റെ എത്ര ശതമാനം? 20% എടുക്കണം. അപ്പോൾ എത്രയും? ദാറ്റ് ഈസ് 1 lakh. ഓക്കെ, അപ്പോൾ നിങ്ങൾ 11 ലക്ഷത്തിൽ ഇനി എപ്പോൾ എടുത്തു? 3 ലക്ഷം എടുത്തു, 2 ലക്ഷം. അപ്പോൾ ടോട്ടൽ എത്രയും? 5 ലക്ഷം. അടുത്തതും 5 ലക്ഷം എടുത്തു. അപ്പോൾ ടോട്ടൽ എത്രയും? 10 ലക്ഷം എടുത്തു. ഇനി ബാലൻസ് എമൗണ്ട് എത്രയാണ് നോക്കാം. ബാലൻസ് ഇനി വരുന്ന എത്രയാ? 10 ലക്ഷം കഴിഞ്ഞ് ബാക്കി ഇനി 1 ലക്ഷമാണ് എടുക്കാനുള്ളത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് 1 lakhന് മുകളിൽ 30% ടാക്സ് എടുക്കുക അല്ലേ. 30%. അപ്പോൾ എത്രയും? 30,000. ഓക്കെ,
അപ്പോൾ ടോട്ടൽ എത്രയാണ് ഇവർ കൊടുക്കേണ്ട ടാക്സ്? സീനിയർ സിറ്റിസൺ കൊടുക്കേണ്ട ടാക്സ് എത്രയാണ്? 30,000, 10,000, 40,000. ദാറ്റ് ഈസ് 1,40,000 ആണ് ഇവർ കൊടുക്കേണ്ട ടാക്സ്, അതായത് സീനിയർ സിറ്റിസൺ കൊടുക്കേണ്ട ടാക്സ്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഏജ് കൂടുന്നതിനനുസരിച്ച് ടാക്സിൻ്റെ എമൗണ്ടിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ സാധാരണ ഒരു 59 ഏജ് വരെയുള്ളവർ 1 ലക്ഷത്തി സെയിം എമൗണ്ട് ആണ്, 11 ലക്ഷമാണ്. ആ 11 ലക്ഷത്തിന് 59 ഏജ് 59 വരെയുള്ളവർ 1,42,500 കൊടുക്കുമ്പോൾ സീനിയർ സിറ്റിസൺ അവിടെ എത്രയുണ്ട്? എക്സംഷൻ കിട്ടുകയാണ്. ആ ഏജിൻ്റെ ബേസിൽ എക്സംഷൻ കിട്ടുകയാണ്. അവർക്ക് കിട്ടുന്നത് 11 ലക്ഷം തന്നെയാണ്, പക്ഷെ അവർ കൊടുക്കുന്ന ടാക്സ് 1,40,000. ഇതിനേക്കാൾ കൂടുതൽ എക്സംഷൻ കിട്ടുന്നവരാണ് സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. അവർക്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ടാക്സ് സ്ലാബിലൂടെ നമുക്ക് നോക്കാം. അവർക്ക് ഫസ്റ്റ് എക്സംഷൻ എത്രയാണ്? അപ് ടു 5 ലാക്ക് അവർക്ക് എന്ത് കൊടുക്കണ്ട? ടാക്സ് കൊടുക്കണ്ട. ഇവർക്ക് കിട്ടുന്നതും 11 ലക്ഷം ആണെങ്കിൽ ഇവർക്ക് എത്രയാണ് ടാക്സ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്ലാബ് എടുക്കാം. അപ് ടു 5 ലാക്ക്, 5 ലക്ഷം വരെ അവർക്ക് മാറ്റി വയ്ക്കാം. ദാറ്റ് ഈസ് 0. ഓക്കെ, നെക്സ്റ്റ് എത്രയാണ് പറയുന്നത്? നെക്സ്റ്റ് ഈ 5% സ്ലാബില്ല, അടുത്ത നെക്സ്റ്റ് 5 ലാക്ക് എടുക്കുകയാണ്. സോ നെക്സ്റ്റ് 5 ലാക്ക്, 5 ലക്ഷത്തിൻ്റെ മുകളിൽ എത്ര പെർസെൻറ്റേജാണ്? 20% ആണ് പറഞ്ഞിരുന്നത് അല്ലേ? 20%. അത് എത്രയാണ്? 1 ലാക്ക് ആണ്. ദെൻ നെക്സ്റ്റ് ബാലൻസ് എമൗണ്ട് എത്രയാണ്? അപ്പോൾ ഇവിടെ 5 10 ലക്ഷം കഴിഞ്ഞു. ഇനി ബാക്കി 1 ലക്ഷമാണുള്ളത്. അപ്പോൾ ബാലൻസ് എമൗണ്ട് നമുക്ക് എടുക്കാം. ബാലൻസ് 1 ലാക്കിന് മുകളിൽ 30%. ഓക്കെ, ദാറ്റ് ഈസ് 30,000. അപ്പോൾ ടോട്ടൽ എത്രയാണ് കൊടുക്കേണ്ടത് അവർക്ക്? 1,30,000. കണ്ടോ, സൂപ്പർ സീനിയർ സിറ്റിസൺ ആയപ്പോൾ എമൗണ്ടിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? 1,30,000 ആണ്. ഇവിടെ 1,42,500 ആണ്. സീനിയർ സിറ്റിസൺ ആയപ്പോൾ 1,40,000 ആയി. സൂപ്പർ സീനിയർ സിറ്റിസൺ ആയപ്പോൾ വീണ്ടും റിഡക്ഷൻ വന്നു ടാക്സ്, അതായത് 1,30,000 ആയി. ഓക്കെ, അപ്പോൾ ഏജിൻ്റെ ബേസിലും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതേപോലെ തന്നെ അയാൾക്ക് കിട്ടുന്ന ഇൻകവും ഈ ടാക്സ് പേബിൾ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? ഒന്ന്, ഏജ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്, ഏജിനെ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് പറയുന്നത് അതേപോലെ തന്നെ ടോട്ടൽ ഇൻകം, അതേപോലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും. ഈ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേസമയം ന്യൂ ടാക്സ് റെജിം എന്ന് പറയുന്നൊരു പുതിയ ടാക്സ് സ്ലാബ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതായത് അസസ്മെൻറ്റ് ഇയർ 2021-22 പ്രകാരം പുതിയ ഒരു ന്യൂ ടാക്സ് റെജിം വന്നിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹിയർ ദർ ഇസ് നോ ഗെറ്റിംഗ് എനി ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻ. ആ ഒരു സ്ലാബ് റേറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു തരത്തിലുള്ള ഡിഡക്ഷനും ഒരു തരത്തിലുള്ള എക്സംഷനും അവിടെ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓൾഡ് ടാക്സിലാണെങ്കിൽ അവർക്ക് ഒരുപാട് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞു തന്നിരുന്നു, സെക്ഷൻ 80C തുടങ്ങി 80U വരെയുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. ഈ ഡിഡക്ഷൻസ് ഇവർക്ക് കിട്ടിയിരുന്നു, ഓൾഡ് ടാക്സ് ഫോളോ ചെയ്യുന്നവർക്ക് കിട്ടും. പക്ഷേ ന്യൂ ടാക്സ് റിജീം പ്രകാരം ദേ ആർ നോട്ട് ഗെറ്റിംഗ്, അവർക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഡിഡക്ഷൻസ് ആൻഡ് എക്സംഷൻസ്. ഓക്കെ, ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും എക്സംഷൻസും അവർക്ക് കിട്ടില്ല. പിന്നെ ഇത് എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാക്സ് പേ ചെയ്യുന്ന പേഴ്സണ് ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിലേതാണ് ബെറ്റർ എന്ന് അയാൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓൾഡ് ടാക്സ് റെജിമിലാണ് എനിക്ക് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ എനിക്കത് വേണ്ട, എനിക്ക് ഏത് സെലക്ട് ചെയ്യാം? ന്യൂ ടാക്സ് റെജിം സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് രണ്ടും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഓൾഡ് ടാക്സ് റെജിമിൻ്റെ പ്രത്യേകത ഡിഡക്ഷൻസും എക്സംഷൻസും അവൈലബിൾ ആണ്. പക്ഷേ ന്യൂ ടാക്സ് റെജിം പ്രകാരം അവർക്ക് ഡിഡക്ഷൻസോ എക്സംഷൻസോ ഒന്നും ടാക്സ് റേറ്റിൽ കിട്ടില്ല. പക്ഷെ ഇത് ഓർത്തു വയ്ക്കാൻ സിമ്പിളാണ്, എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് അപ് ടു 2,50,000 നിൽ. നെക്സ്റ്റ് 2,50,000 5%. നെക്സ്റ്റ് 2,50,000 10%. നെക്സ്റ്റ് 2,50,000
15%, and next 2,50,000 20%, next 2,50,000 25%, and the balance amount, balance 2,50,000 ആണ് വരിക, balance 2,50,000, that is 30%. ഓക്കെ, അപ്പോൾ ഇവിടെയും മാക്സിമം MMR എന്ന് പറയുന്നത് ഏതാണ്? 30% ആണ്. അപ്പോൾ ഓൾഡ് സ്കീമിലും ഒരു പ്രത്യേകതയുള്ളത്, ഓൾഡ് സ്കീമിലും ന്യൂ സ്കീമിലും MMR എന്ന് പറയുന്നത് 30% ആണ്. സ്ലാബ് റേറ്റിൽ ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള ചില ടാക്സ് റേറ്റും കൂടി ഉണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ടാക്സ് റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് അടുത്ത സെമ്മിലാണ്, 6th സെമ്മിലാണ്. പക്ഷേ ടാക്സ് റേറ്റ് നിങ്ങൾക്ക് ചോദിക്കാം, ഈ സെമ്മിൽ ചോദിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നെക്സ്റ്റ് സെമ്മിലായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ടാക്സ് റേറ്റുകളൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് LTCGൻ്റെ മുകളിൽ കൊടുക്കേണ്ട ടാക്സ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് അസറ്റ് മോർ ദാൻ 34 months അല്ലെങ്കിൽ 30 months വരുന്ന 36 months വരുന്ന ചില അസറ്റുകളുണ്ട്. ഓക്കെ, അതായത് 36 മാസത്തിൽ കൂടുതൽ കൈവശം വെച്ചിട്ടുള്ള ഒരു അസറ്റ് നമ്മൾ വിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വിൽക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 3 വർഷം നമ്മളൊരു അസറ്റ്, ഒരു ഫിക്സഡ് അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഫിക്സഡ് അസറ്റ് നമ്മൾ മറിച്ച് വിൽക്കുകയാണെങ്കിൽ, ആ വിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിന് മുകളിൽ 20% ടാക്സ് സെപ്പറേറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ STCG, അതായത് ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നതാണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. അത് നമ്മൾ സെപ്പറേറ്റ് 15% കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ടാക്സ് റേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഇതൊക്കെ വരുന്നത്. പക്ഷേ ടാക്സ് റേറ്റ് പറയുന്നത് കൊണ്ട് നമുക്കിത് പറയാതെ പറ്റില്ല. അപ്പോൾ റേറ്റുകളൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. LTCG ആണെങ്കിൽ 20%, STCGയിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണെങ്കിൽ 15%, ആൻഡ് എനി കാഷ്വൽ ഇൻകം, കാഷ്വൽ ഇൻകം നിങ്ങൾക്കറിയാം അതർ സോഴ്സിൽ വരുന്നതാണ്. കാഷ്വൽ ഇൻകം നോൺ റിപ്പീറ്റേറ്റീവ് നേച്ചറിലായിട്ടുള്ള, നോൺ റിക്കറിങ് നേച്ചറായിട്ടുള്ള ഒരു ഇൻകമാണ്. ലോട്ടറി അടിച്ചാലൊക്കെ നമ്മൾ 30% ടാക്സ് പേ ചെയ്യും അല്ലേ. സോ 30% അവിടുത്തെ ബേസിക് റേറ്റ്. ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് റിബേറ്റ് ആണ്. റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണ് 5 ലക്ഷം വരെ ഇൻകം കിട്ടുന്ന ഒരു പേഴ്സണ് ഗവൺമെൻറ് വീണ്ടും ഒരു റിലീഫ് കൊടുക്കുകയാണ്, ഒരു റിബേറ്റ് കൊടുക്കുകയാണ്. ആ റിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഡിഡക്റ്റ് ചെയ്യാം, വീണ്ടും ഡിഡക്റ്റ് ചെയ്യാം. അതാണ് റിബേറ്റ്. റിബേറ്റ് നോക്കുക, അണ്ടർ സെക്ഷൻ 87A എന്നുള്ളതാണ്. അണ്ടർ സെക്ഷൻ 87A അപ് ടു 12,500 എത്ര രൂപ വരെ അവർക്ക് ഡിഡക്റ്റ് ചെയ്യാം? 12,500 രൂപ വരെ ഡിഡക്റ്റ് ചെയ്യാം. ആർക്കാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഫോർ ടോട്ടൽ ഇൻകം അപ് ടു 5 lakh. ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം 5 ലക്ഷം വരെയുള്ള പേഴ്സൺ ആണെങ്കിൽ, 5 ലക്ഷം വരെയുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അയാൾക്ക് 12,500 വരെ ആൾക്ക് എന്തുണ്ട്, റിബേറ്റ് കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഇൻകം ടാക്സ് അതോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. ഇത് ചോദിക്കാറുണ്ട്, റിബേറ്റ് എങ്ങനെയാണ് അണ്ടർ സെക്ഷൻ 87A പ്രകാരം 12,500 വരെ അവർക്ക് റിബേറ്റ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ഒക്കെ വരുന്നത് നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സ്ലാബ് എന്താണ്, നിങ്ങൾക്ക് എന്താണ് ടാക്സ് റേറ്റ് എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു അഡീഷണൽ റിബേറ്റ് ആണ് എന്ത്, 12,500. ആർക്കാണ് കൊടുക്കുന്നത്? 5 ലക്ഷം വരെ ടോട്ടൽ ഇൻകം കിട്ടുന്ന ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന്. ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ. റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസാണ് ഈ റിബേറ്റ് എന്ന് പറഞ്ഞാൽ. 5 ലക്ഷം വരെ ടോട്ടൽ ഇൻകം കിട്ടുന്ന ഒരു ഇൻഡിവിജ്വലിന്, റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് 12,500 വരെ അവർക്ക് എന്ത് ചെയ്യാം, റിബേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവകാശം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് വൺ സർചാർജ്. സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ടാക്സ് ആണ്. നമ്മൾ കൊടുക്കുന്ന ടാക്സിന് മുകളിൽ വീണ്ടും ടാക്സ് അപ്ലൈ ചെയ്യണം. അതായത് കോടിക്കണക്കിന് എമൗണ്ട് ടോട്ടൽ ഇൻകം കിട്ടുന്ന പേഴ്സൺസിനാണ്, ഇൻഡിവിജ്വലിനാണ് ഈ ഒരു സർചാർജ് വരുന്നത്.
അപ്പോൾ സർചാർജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? അഡീഷണൽ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഓൺ ടാക്സിനെയാണ് സർചാർജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഡീഷണൽ ടാക്സ് ഓർ ടാക്സ് ഓൺ ടാക്സ്. ടാക്സിന് മുകളിൽ വീണ്ടും നമ്മൾ ടാക്സ് പേ ചെയ്യാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ടാക്സ് പേ ചെയ്യുന്നത്? 50 ലക്ഷത്തിന് മുകളിൽ വരുന്നവർക്കാണ് സർചാർജ് വരുന്നത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന് 50 ലക്ഷത്തിന് മുകളിൽ വരുന്നവർക്കാണ് ഇവിടെ എന്ത് വരുന്നത്? സർചാർജ് വരുന്നത്. സോ എക്സീഡ്സ് 50 lakh to 1 crore. 50 ലക്ഷത്തിൽ കൂടുകയും 1 കോടി വരെയുമുള്ള ഒരു ഇൻഡിവിജ്വലിന് എത്ര ശതമാനം ടാക്സ് പേ ചെയ്യണം? 10% അഡീഷണൽ ടാക്സ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് 1 കോടിയിൽ കൂടുകയാണെങ്കിൽ എക്സീഡ് 1 crore to 2 crore, അപ് ടു 2 crore, 2 കോടി വരെയുള്ളവർക്ക് 15% അഡീഷണൽ ടാക്സ്. ഓക്കെ, ഇനി എക്സീഡ്സ് 2 crore, 2 കോടിയിൽ കൂടുകയും അപ് ടു 5 crore, 5 കോടി വരെയുള്ളവർക്ക് വീണ്ടും ടാക്സ് കൂടുകയാണെങ്കിൽ 25% അവിടെ ടാക്സ് വരുന്നത്. ഇനി ഒരു പേഴ്സണ് 5 കോടിയിലും കൂടുതൽ ഒരു ഇൻഡിവിജ്വലിന് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ, ഒരു പേഴ്സൺ 5 കോടിയേക്കാൾ കൂടുതൽ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ അവർ കൊടുക്കേണ്ട അഡീഷണൽ ടാക്സ് എത്രയാണ്? 37%. ഓക്കെ, അപ്പോൾ ഇത് സർചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കോടിക്കണക്കിന് എമൗണ്ട് ടോട്ടൽ ഇൻകം കിട്ടുന്നവർക്കാണ് ഈ സർചാർജ് വരുന്നത്. ഓക്കെ, ആൻഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞിട്ട് എല്ലാ അസസിയും പേ ചെയ്യേണ്ട ഒരു ടാക്സ് ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയും. എഡ്യൂക്കേഷൻ സെസ് എന്ന് നമ്മൾ പറയും, ഹെൽത്തും കൂടി ഇപ്പോൾ ഇൻക്ലൂഡഡ് ആണ്. സോ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. അത് കമ്പൽസറി പേയ്മെൻ്റ് ആണ്. എല്ലാ പേഴ്സണും, എല്ലാ ഇൻഡിവിജ്വലും ഇത് പേ ചെയ്യണം. ഓക്കെ, സർചാർജ് അടയ്ക്കുന്നവരും അടയ്ക്കാത്തവരും, എനി ടാക്സ് പെയർ, എല്ലാ ടാക്സ് പെയേഴ്സും, എവറി ടാക്സ് പെയർ പേ ദി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%. ഓക്കെ, അപ്പോൾ എല്ലാ ടാക്സ് പെയറും പേ ചെയ്യേണ്ട ഒരു പെർസെൻറ്റേജ് ആണ് 4%. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്തത് സ്ലാബ് റേറ്റും ടാക്സ് റേറ്റുകളുമാണ്. ഈ റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള, സ്ലാബ് റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓൾഡ് സ്കീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ന്യൂ സ്കീമിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ റേറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകത്തിൻ്റെ ടൈമിലാണ് ഇത് വരുന്നത്. ഈ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതേപോലെ റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകത്തിൻ്റെ സമയത്താണ്. അതായത് നിങ്ങളുടെ ഈ പറയുന്ന 5 ഹെഡും പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വരിക. അപ്പോൾ ഈ സെമ്മിൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനില്ല, പക്ഷേ ടാക്സ് റേറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.